അപ്പോൾ ഞങ്ങൾ എണിച്ചതേ ഉള്ളൂ കേട്ടോ. സമയമൊക്കെ ഒരുപാടായി, പിള്ളേർക്ക് സ്കൂളൊന്നുമില്ല. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ മഞ്ഞ് ഇത്ര സമയമായിട്ടും. അപ്പോൾ കണ്ടില്ലേ, നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിവോൻ്റെ ഫോൺ ആയതുകൊണ്ട് കുറച്ച് ഫിൽറ്റർ മോഡ് കിട്ടുന്നുണ്ട്. ഈ ഒരു മങ്ങിയ കാലാവസ്ഥയും ആ കോടയൊന്നും ശരിക്കും ഫോണിനകത്ത് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതാ അവിടുത്തെ കോലങ്ങളൊന്നും കാണണ്ട. പിന്നെ 9:30 ആയിട്ടുണ്ട്. ഇവിടുത്തെ ഈ വേഷം കാണുമ്പോഴാണ്, ഇതൊക്കെ ഒതുക്കി വെക്കേണ്ട കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് വളരെ ദുസ്സഹവും ക്ലേശവുമായി തോന്നുന്നു എനിക്ക് എൻ്റെ സാഹചര്യം. പിള്ളേർക്ക് സ്കൂളിൽ ചായ വെക്കാം കേട്ടോ. അതാ ചായക്ക് വെള്ളം വെച്ചിരിക്കുന്നു, കാണിച്ചു തരാം. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറേൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അടിഭാഗം പുക പോലെ ഇരിക്കുന്നുണ്ട്, അത് മഞ്ഞല്ല കേട്ടോ. പിന്നെ ക്യാമറ പൊട്ടിയിട്ടുണ്ട്, ചില്ലൊക്കെ മാറ്റണം, എന്നാൽ ശരിയാവും. പക്ഷേ ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ചായയൊക്കെ വെച്ച് ചായ കൂടി എണിച്ചെടുത്ത പരിപാടി വാങ്ങിട്ടാവും. പല സമയമായിട്ട് ഇപ്പോഴാണോ എണിക്കണേന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചായയൊക്കെ വെച്ച് വേണ്ടി കുടിച്ചിട്ട് ചോറൊക്കെ വെച്ചപ്പോഴേ ചായ കുടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചായയിൽ കുറച്ച് ഇഞ്ചിയും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഇടാം കേട്ടോ, തൊണ്ടവേദന ഉള്ളതുകൊണ്ട്. അപ്പോൾ ചായ റെഡി ആയിട്ടോ. ഇത് മഞ്ഞല്ല, ഇത് ചായയുടെ പുകയാണ്. അപ്പോൾ അതാ ചായ ആയിട്ടുണ്ട് കേട്ടോ. ചായ ആയിട്ടുണ്ട്. ഞാനിങ്ങനെ മുറ്റത്തൊക്കെ നടന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കും കേട്ടോ. തണുത്ത് നിന്ന് ചായ കുടിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമ്മലൊന്നും ഇട്ടിട്ടില്ല, ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ കമ്മൽ ഇടാറില്ല, ഉണ്ടല്ലേ. ഇനി ഞാൻ അംഗം തുടങ്ങാൻ പോകുന്നത് ഉണ്ടോ. നല്ല കോടയാണ് എല്ലാവരുടെയും. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ എന്താ പറയുക, മഞ്ഞുള്ളത് പോലെ തോന്നില്ല. പക്ഷെ ദൂരേക്ക് നോക്കുമ്പോൾ മഞ്ഞുള്ളത് പോലെ തോന്നും. അപ്പോൾ ഇവിടെയാണെങ്കിലൊക്കെ കണ്ടോ, എല്ലാവരുടെയും നല്ല കോടയാണ്. പിന്നെ എൻ്റെ വേഷം ഒന്നും നോക്കണ്ട കേട്ടോ ഗൈസ്, എനിക്ക് പനിയായിരുന്നു, അതിൻ്റെയാണ് ഈ ക്ഷീണവും കാര്യങ്ങളൊക്കെ കേട്ടോ. ബാക്കി പണി തുടങ്ങാം. ബൈ.